ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാ ഇവിടെ ബ്രദർ അവൻ്റെ കിളികൾക്കൊക്കെ തീറ്റയൊക്കെ കൊടുക്കണം. അവന് ഒരു സ്ഥലം വരെ എറണാകുളം വരെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഉമ്മ ഇവിടെ ഇതാ കിച്ചണിൽ ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഞാനിതുവരെ എഡിറ്റിങ്ങിലായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങിലും ഒക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഉമ്മ ലഞ്ചിനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ വെച്ചതിന് ശേഷം വേഗത്തിലൊന്ന് കുളിച്ച് വന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇന്ന് റെസിപ്പിയൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഓണിയൻ റൈസിൻ്റെ റെസിപ്പിയാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഉമ്മാൻ്റെ അടിപൊളി ഉണക്കച്ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബ്രദറിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോണത്. അപ്പോൾ അവർ വന്നിട്ടുണ്ട് അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ റിഹാനും വലിയ ബ്രദറിൻ്റെ മോൻ റിഹാനും വന്നു കേട്ടോ. അവർ അവിടെ പോയപ്പോൾ വന്നതാണ്, ഞങ്ങളോട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വീട്ടിലേക്കും കൂടെ വന്നതാണ്. ഷീസേ, ഈ വ്ളോഗ് എടുക്കാം. അങ്ങനെ അവർ തിരിച്ചു പോയി. ഇനി നമുക്ക് ഓണിയൻ റൈസിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ജീരകശാല റൈസ് ഏതെങ്കിലും എടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതൊരു ഈസി ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് 5 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അധികം കനം കുറയ്ക്കാത്ത രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് സവാളയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതേ സമയം മറ്റൊരു പാന് നമുക്ക് സവാളയൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കിയെടുക്കാം. അരി നമ്മളൊരു 10-15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളൂ. ഇനി വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് തിളച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. സവാള വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇതാ ഇത്രയും വലിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനിടയിൽ ഇതാ നമ്മളുടെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഊറ്റിയെടുക്കണം. അപ്പോൾ അത് ഉമ്മ ചെയ്തോളും. വലിയ ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിൻ്റെ ക്യൂബ്സാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. റൈസിലേക്കുള്ള മസാലയിലേക്ക് കുറച്ച് പച്ചമുളക് ആവശ്യമുണ്ട്, അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. സവാള ഇതാ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ ഈ ഒരു ഇലയും വേണം നമുക്ക് റൈസിലേക്ക്, അല്ലെങ്കിൽ മല്ലിയില ആയാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഇലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാളയിലേക്ക് ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാലയിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്തു. മല്ലിയിലയല്ല, ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ആ ഒരു ഇലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഈ ഒരു ലെമണിൻ്റെ പകുതി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ജ്യൂസ്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അധികം വെന്ത് കുഴയരുത്. നമ്മൾ ബിരിയാണിക്കൊക്കെ വേവിക്കുന്ന പോലെ തന്നെയാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ വേവിച്ചെടുത്ത റൈസ് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഓണിയൻ റൈസ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അധികം പണിയൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു റൈസാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്താണ് റെഡിയാക്കിയിട്ടുള്ളത്. അത് ഉമ്മ നേരത്തെ അവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പ്ലേറ്റൊക്കെ ഒന്ന് കഴുകി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. ഇനി സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ലഞ്ച് കഴിക്കണം. അപ്പോൾ ലഞ്ചൊക്കെ എടുത്തു വെക്കട്ടെ. അപ്പം അന്ന് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെ ഇരിക്കാൻ പറ്റി. ഇല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ നേരത്തെയൊക്കെ കൊടുക്കും, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഉപ്പാക്ക് അന്ന് ഓഫീസില്ലാത്ത ദിവസമായിരുന്നു, അതുകൊണ്ട് ഉപ്പയും ഉണ്ട് കൂടെ കഴിക്കാൻ. അപ്പം അന്ന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മഴയൊക്കെ ചോർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇരുട്ട് മൂടി വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും മഴ പെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ്.
അന്ന് നമ്മളുടെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിൻ്റെ കമൻസിനൊക്കെ റിപ്ലൈ തന്നുകൊണ്ടിരിക്കുകയാണ്. ഷെസിനും ഷെയ്സും അവിടെ ടി വി കണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ ഉമ്മ ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിക്കട്ടെ. കാപ്പിയിലേക്ക് ശർക്കരയാണ് കേട്ടോ ഒഴിക്കണത് മധുരത്തിന്. ഉമ്മ ഉണ്ടാക്കിയ കുറച്ച് പൂരം വറുത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് കാപ്പി കുടിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ അന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ മുന്നത്തെ പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയപ്പോൾ ഉമ്മ ഉണ്ടാക്കി തന്നതായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നോക്കാം. ഉണക്കച്ചെമ്മീൻ അച്ചാറിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉമ്മ നേരത്തെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഉണക്കച്ചെമ്മീനാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ 3 പാക്ക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെമ്മീൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റണം. ഇനി ഈ സെയിം എണ്ണയിൽ കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകട്ടെ. അപ്പോൾ ഇത് അച്ചാർ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി ഉണക്കച്ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം ഒരു ജാറിലാക്കിയിട്ട് ഗ്ലാസ് ജാറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങളൊക്കെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.